ഇന്ന് നമുക്ക് ഏത്തക്കായ വെച്ചിട്ടൊരു കൂട്ടാൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക കായ. അത് കഴിഞ്ഞിട്ട് അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കാം. പിന്നീട് അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് ആ പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു അരക്കപ്പ് തേങ്ങയിലോട്ട് 2 പച്ചമുളകും ഒരു നുള്ളു നല്ല ജീരകവും ചേർത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത്തക്കയിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഏത്തക്കായ എന്ന് പറഞ്ഞാൽ പച്ച ഏത്തക്കായ അല്ല എടുത്തിട്ടുള്ളത്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ട് 2 ദിവസം കഴിയുമ്പോഴേക്കും ചിലപ്പോൾ കളറൊക്കെ മാറി വരില്ലേ തൊലിയതിൻ്റെ, ആ ഒരു ടൈപ്പ് ഏത്തക്കായാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചെറിയ മധുരമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. നമുക്ക് മോരൊഴിച്ച് വെക്കാനും നല്ലതാണ്. എപ്പോഴും മോരൊഴിച്ച് വയ്ക്കുമ്പോൾ മടുക്കില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കുകയാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ താല്പര്യമില്ലാത്തവർ കുറച്ച് ചേർത്താൽ മതി. നല്ല ടേസ്റ്റ്, അത് ചോറിനും കഞ്ഞിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.